രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ ബിജെപി നേതാവ് പ്രിന്റു മഹാദേവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങും. ബിജെപി നേതൃത്വം ഇടപെട്ടതോടെയാണ് പ്രിന്റു സ്റ്റേഷനിൽ ഹാജരാകുന്നത്. പ്രിന്റുവിന്റേത് നാക്കുപിഴയാണെന്ന് ബിജെപി പ്രതിരോധിച്ചു. വിഷയത്തിൽ നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ ബിജെപി നേതാവ് പ്രിന്റു മഹാദേവിന്റെ കൊലവിളി പരാമർശം. രാഹുലിന്റെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു ഭീഷണി. കൊലവിളിയിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. പ്രിന്റുവിനെ തേടി ബിജെപി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി. എന്നാൽ പ്രിന്റുവിന്റേത് നാക്കുപിഴയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കുകയാണ് ബിജെപി. ചാനൽ ചർച്ചയിലൊരു നാക്കുപിഴവ് സ്വാഭാവികമാണ്. ഈ ബിജെപിയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിന്റു മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഇല്ല. പിന്നെ ഒരൊറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കൂല ഞങ്ങൾ. പ്രിന്റുവിനെതിരെ കേസെടുത്തതിലും പോലീസ് റെയ്ഡിലും പ്രതിഷേധിച്ച് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? പ്രിന്റുവിന്റെ അറസ്റ്റ് വൈകുന്നത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലും ഉന്നയിച്ചു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ബഹളം വെച്ചു. അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. ഒരു ടിവി ചർച്ചയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? ഓർഡർ. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞു. ബിജെപിക്ക് അനുകൂലമായി കേരളത്തിൽ കേസുകൾ ഒതുക്കി തീർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇത് ബിജെപിയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, അയാളെ ജയിലിലാക്കാതിരിക്കുന്നത്, അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ ബിജെപിയുടെയും CPM-ന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ്. പ്രതിപക്ഷം സഭയിൽ നടത്തിയത് നാടകമാണെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. അറസ്റ്റ് വൈകുന്നതിനെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രിന്റു മഹാദേവിന്റെ തൃശൂർ പേരാമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.